നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊരു വലിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ്. സംഭവം എന്താണെന്നല്ലേ? ലോകത്തിലെ 8ാമത്തെ അത്ഭുതം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആരോ ആക്രമിച്ചു. പക്ഷേ ആർക്കും അത് കാണാൻ പറ്റുന്നില്ല. പോലീസിനോട് ചോദിച്ചാൽ പറയും വധശ്രമമെന്ന്. പക്ഷേ റെയിൽവേയിലെ CCTV ക്യാമറകളോട് ചോദിച്ചാൽ അത് കണ്ണു തള്ളി നിൽക്കുകയാണ്. ക്യാമറയിൽ പതിയാത്ത, ആർക്കും കാണാൻ പറ്റാത്ത ആ അദൃശ്യ അക്രമിയെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. മന്ത്രിയുടെ കഴുത്തിൽ ബെൽറ്റുണ്ട്, കണ്ണിൽ വേദനയുണ്ട്, പക്ഷെ വീഡിയോയിൽ മാത്രം അക്രമികളില്ല. ഇതിനിടയിലാണ് നമ്മുടെ കെ മുരളീധരൻ വക ഒരു സ്പെഷ്യൽ കമന്റ് ഓസ്കാർ ജൂറിക്ക് ഈ പ്രകടനം കാണിച്ചു കൊടുക്കണമെന്ന്. ഇനി ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? മന്ത്രിയുടെ അരികിലുണ്ടായിരുന്ന ഗൺമാന്റെ ഡ്രസ്സാണോ ശരിക്കുള്ള പ്രതി എന്ന് ഇപ്പോൾ നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ വീഡിയോ കൊടുത്താൽ 1 പവൻ സ്വർണം തരാമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ലോട്ടറി അടിക്കാൻ കാത്തു നിൽക്കാതെ ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കുവാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വീണയുടെ കഴുത്തിലെ ക്ഷതവും, ഗൺമാന്റെ വസ്ത്രവും, പിന്നെ ആരും കാണാത്ത ഒരു വധശ്രമവും. കണ്ണൂരിലെ ഈ അദൃശ്യ നാടകത്തിന്റെ തിരക്കഥയിലേക്ക് സ്വാഗതം. റെയിൽവേ സംരക്ഷണ സേന പാവം കുറേ നേരം ക്യാമറയ്ക്ക് മുന്നിലിരുന്നു. കണ്ണു ചിമ്മാതെ നോക്കിയിട്ടും മന്ത്രി ആരെങ്കിലും തല്ലുന്നോ കഴുത്തിൽ പിടിക്കുന്നോ ഒന്നും കാണാനില്ല. മന്ത്രി വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, മന്ത്രി പോകുന്നു. ഇത്രയുമാണ് അവരുടെ ദൃശ്യങ്ങളിലുള്ളത്. RPF ഇത് എഴുതി കൊടുത്തു. അതോടെ പോലീസിന്റെ വധശ്രമ കേസ് വെട്ടിലായി. ക്യാമറയ്ക്ക് കിട്ടാത്ത എന്ത് അക്രമമാണ് അവിടെ നടന്നത്? ഇനി ഇതാ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട വസ്തു, ഗൺമാന്റെ വസ്ത്രം. മന്ത്രിയെ സംരക്ഷിക്കാൻ ഗൺമാൻ കൈവീശിയപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രമോ ബാഗോ മന്ത്രിയുടെ കഴുത്തിൽ തട്ടിയതാണോ ഈ പരിക്കിന് കാരണം? സോഷ്യൽ മീഡിയയിലെ സൈബർ ഡിറ്റക്റ്റീവുകൾ പറയുന്നത് അങ്ങനെയാണ്. KSUക്കാർ ദൂരെ മാറുന്നെന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ മന്ത്രിക്ക് പരിക്ക് പറ്റണമെങ്കിൽ അത് ഈ അടുത്തു നിന്നവർ കാണുമേ പറ്റുമെന്ന് പരിഹാസം ഉയരുകയാണ്. കെ മുരളീധരൻ ഇത് കേട്ട് വെറുതെ ഇരിക്കുമോ? അദ്ദേഹം ഒരു പടക്കം പൊട്ടിച്ചു. ഇതൊരു പിണറായി ഷംസീർ തിരക്കഥയാണ്. മികച്ച അഭിനയത്തിന് മന്ത്രിക്ക് അവാർഡ് കൊടുക്കണമെന്നാണ് മുരളീധരന്റെ പക്ഷം. മന്ത്രിയുടെ അടുത്ത് പോലും ആരും എത്തിയിട്ടില്ല എന്ന് RPF റിപ്പോർട്ട് വന്നതോടെ മുരളീധരന് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ നാടകങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു എപ്പിസോഡ് ഒരു വിരുന്നാകുമെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി വേറെ തലത്തിലാണ്. മർദ്ദനത്തിന്റെ വീഡിയോ കൊടുത്താൽ 1 പവൻ സ്വർണം. ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ച് നോക്കിയാൽ വല്ലാത്തൊരു ഓഫർ തന്നെയാണ്. അതേസമയം പരിയാരം മെഡിക്കൽ കോളേജിലെ ആ ഒരു റിപ്പോർട്ട് വന്നു. ഭാഗ്യം കഴുത്തിന് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നേരത്തെയുള്ള സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഈ തിരക്കിനിടയിൽ ഒന്ന് ഉഷാറായിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയും. അപ്പോഴും ചോദ്യം ബാക്കിയായി. പ്രതിഷേധക്കാർ തൊടാതെ എങ്ങനെ പരിക്ക് പറ്റി? സത്യം പറയട്ടെ, ഇതൊരു വല്ലാത്ത കേസായി മാറി. RPF ഇല്ലെന്ന് പറയുന്നു, പോലീസ് ഉണ്ടെന്ന് പറയുന്നു, മന്ത്രി പരിക്കേറ്റുവെന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസ് സ്വർണം ഓഫർ ചെയ്യുന്നു. ഇതിനിടയിൽ ആ പാവം ഗൺമാനും അദ്ദേഹത്തിന്റെ ഡ്രസ്സും. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഈ അദൃശ്യ മർദ്ദനത്തിന്റെ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. സ്പീക്കർ ഷംസീറിനെതിരെയാണ് മുരളീധരൻ വിരൽ ചൂണ്ടുന്നത്. കണ്ണൂരിലെ ഈ പരിപാടി ആസൂത്രണം ചെയ്തതിൽ സ്പീക്കർക്ക് പങ്കുണ്ട് എന്നാണ് ആരോപണം. എന്തിനും ഏതിനും തിരക്കഥ എഴുതുന്ന കണ്ണൂർ ലോബിക്ക് ഈ വധശ്രമ കേസിൽ ഒരു അബദ്ധം പറ്റിപ്പോയോ? RPF റിപ്പോർട്ട് വന്നതോടെ തിരക്കഥയുടെ ക്ലൈമാക്സ് പാളിപ്പോയി എന്നാണ് പ്രതിപക്ഷം ട്രോളുന്നത്. ഒരു മന്ത്രിയെ വെച്ച് ഇങ്ങനെ ഒരു മാസ് പടം പിടിക്കുവാൻ നോക്കിയവർക്ക് ഇപ്പോൾ ഫ്ലോപ്പായ അവസ്ഥയാണ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഗൺമാന് പുറകെയാണ്. പാവം ഗൺമാൻ മന്ത്രിയെ രക്ഷിക്കാൻ നോക്കിയതാ, ഇപ്പോൾ അത് വധശ്രമമായി മാറിയില്ലേ? ഇതാണ് കമന്റുകൾ. മന്ത്രിയുടെ ദേഹത്ത് തട്ടിയത് ഗൺമാന്റെ വസ്ത്രമാണെന്ന് തെളിഞ്ഞാൽ പോലീസ് ആർക്കെതിരെ കേസെടുക്കും? ഗൺമാനെതിരെ വധശ്രമത്തിന് കേസെടുക്കാൻ പറ്റുമോ? കേരളത്തിലെ സൈബർ പോരാളികൾ ഈ വിഷയം വെച്ച് ഗംഭീരമായ മീമുകളാണ് പടച്ചുവിടുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നതോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരെങ്കിലും മൊബൈൽ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് എല്ലാവരും. 1 പവൻ കിട്ടിയാൽ കല്യാണം നടത്താമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിരാശയാകും ഫലം. കാരണം ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലല്ലേ വീഡിയോ ഉണ്ടാകും. സത്യത്തിൽ സ്വർണം കൊടുക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വമ്പൻ ഓഫർ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട്. സ്വർണ്ണവില ഇങ്ങനെ കൂടുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഇത്രയും റിസ്ക് ഒക്കെ എടുക്കുമോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ അതിനൊരു വധശ്രമമാക്കി മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടു വന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മന്ത്രിക്ക് പരിക്കുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം, പക്ഷേ അത് രാഷ്ട്രീയ പകപോക്കൽ ഉപയോഗിക്കരുത്. സത്യം RPF പറഞ്ഞതാണോ അതോ പോലീസ് പറയുന്നതാണോ എന്ന് വഴിയേ അറിയാം. അതുവരെ നമുക്ക് ഈ ഒരു സ്വർണ്ണ പവൻ ആർക്ക് കിട്ടുമെന്നൊക്കെ നോക്കിയിരിക്കാം. എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരെത്തി മന്ത്രിയുടെ പരിക്ക് പരിശോധിക്കണമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അതാകുമ്പോൾ ആർക്കും പേരുദോഷമുണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. KSU പ്രവർത്തകർ മന്ത്രിയുടെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. മന്ത്രിയാണ് KSU പ്രവർത്തകർക്ക് നേരെ പോയത്. പോലീസ് മന്ത്രിയെ ശാന്തമാക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. പാർട്ടി ഓഫീസ് പോലെയാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ്. അങ്ങോട്ടേക്ക് മാറ്റിയതുപോലും തിരക്കഥയുടെ ഭാഗമാണ്.
ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിരിച്ചയാൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് കഴുത്തിന് പരിക്ക് പറ്റിയത്? ഷംസീർ മുഖ്യമന്ത്രി വിളിക്കുന്നതോടെ പെട്ടെന്ന് കഴുത്തുവേദന വന്നു. വാർത്ത വായിക്കുന്ന പോലെ അഭിനയത്തിലും മന്ത്രി മിടുക്കിയാണ്. മികച്ച അഭിനയത്തിനുള്ള അവാർഡ് മന്ത്രിക്ക് നൽകണം. പുതിയ സ്പീക്കർ വരുന്നതുവരെ സ്പീക്കർ കസേരയിൽ ഇരിക്കേണ്ട ആളാണ് ഷംസീർ. ഡിവൈഎഫ്ഐ നേതാവിന്റെ നിലയിലേക്ക് ഷംസീർ പോകരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് വിദഗ്ധ പരിശോധനയാണ് ഇനി നടക്കാൻ പോകുന്നത്. MRI സ്കാനിങ്ങിൽ ഗുരുതര പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴുത്തിന് നേരിയ ക്ഷതമുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. കൂടാതെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രി രാത്രി കൂടുതൽ പരിശോധനകൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അഹമ്മദ് യാസീൻ, CH മുബാസ്, BV അക്ഷയ്, ബിദുൽ ബാലൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്ത കേസിലെ FIR വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് FIR-ൽ ഉള്ളത്. കൊല്ലട എന്ന് ആക്രോശിച്ചാണ് പ്രവർത്തകർ എത്തിയതെന്നും മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയായിരുന്നുവെന്നും FIR-ൽ പറയുന്നുണ്ട്. മന്ത്രിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഗൺമാനെയും ആക്രമിച്ചതായി FIR-ൽ പറയുന്നു. മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. മന്ത്രി വീണ ജോർജും പരാതിക്കാരനായ ഗൺമാനും തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ എൻട്രൻസിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 5 KSU പ്രവർത്തകർ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കരിങ്കൊടി കാണിച്ച് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. തടയാൻ ശ്രമിച്ച ഗൺമാനെ കൈകൊണ്ടടിക്കുകയും തടഞ്ഞു വയ്ക്കുകയും ചെയ്തുവെന്നും FIR-ൽ പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന ആരോപണം തള്ളിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് PD സതീശൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടുവെന്നത് വെറും അഭിനയം മാത്രമാണെന്നാണ് PD സതീശൻ വ്യക്തമാക്കിയത്. KSU പ്രവർത്തകർ മന്ത്രിയുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല എന്നും റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അക്രമം നടന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പരിക്ക് 2 ദിവസം മുൻപുള്ള വിവിധ പരിപാടികളിലെ ചിത്രങ്ങളിലും കാണാമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ ദൃക്സാക്ഷിയല്ലാത്ത സ്പീക്കർ ഇത്തരമൊരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.